മക്കളെ, അപ്പോൾ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ടൈം ടേബിൾ കണ്ടപ്പോൾ നമ്മൾക്ക് കുറച്ച് ടെൻഷൻ ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഓഗസ്റ്റ് 18 നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ദിവസങ്ങളൊന്നും കാണുന്നില്ല അല്ലേ. അതായത് പഠിക്കാനിടയിൽ സ്റ്റഡി ലീവ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓണം എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മളുടെ എക്സാം ടൈം ടേബിൾ അല്ലെ, ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് 18 മൺഡേ ആണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ലാംഗ്വേജ് 2 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് മലയാളം സെക്കൻഡ് ആണ് നിങ്ങളുടെ ആദ്യത്തെ എക്സാം വരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എക്സാം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് 1:30 മുതൽ ആഫ്റ്റർനൂൺ സെഷനിലാണ് എക്സാം വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ്. 1:30 മുതൽ നിങ്ങൾക്ക് 3:45 വരെയാണ് നമ്മളുടെ എക്സാം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാം ലാംഗ്വേജ് 2 ആണ്. ആൻഡ് ട്യൂസ്ഡേ അടുത്ത ദിവസം തന്നെ, ഇടയിൽ ലീവ് ഒന്നുമില്ല, ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് വരുന്നത്. 1:30 മുതൽ 3:45 വരെയാണ് നിങ്ങൾക്ക് എക്സാം ഉള്ളത് കേട്ടോ. ഇനി അതിനുശേഷം ഓഗസ്റ്റ് 20 വെനസ്ഡേ നോക്കുകയാണെങ്കിൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സിൻ്റെ എക്സാം ആണ് വരുന്നത്. വീണ്ടും 1:30 മുതൽ 3:45 വരെ തന്നെയാണ് ഉള്ളത്. ഇനി ഓഗസ്റ്റ് 21 തേഴ്സ്ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അതായത് അറബി, മലയാളം, ഉറുദു, അങ്ങനെ നിങ്ങൾ ഏതാണോ എടുത്തിട്ടുള്ളത് ആ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് എക്സാം വരുന്നത്. വീണ്ടും 1:30 മുതൽ 3:45 വരെ തന്നെയാണ് എക്സാം. ആൻഡ് ഫ്രൈഡേ മാത്രം നമുക്ക് സമയത്തിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാം, പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് തന്നെ 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മണി മുതൽ 4:15 വരെയാണ് എക്സാം ഉള്ളത്. ബേസിക് സയൻസിൻ്റെ എക്സാം ആണ് വരുന്നത് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മാത്രമാണ് ഒരു 2 ഡേയ്സ് ലീവ് ഉള്ളൂ. അതായത് ഫ്രൈഡേ കഴിഞ്ഞ് മൺഡേയിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അവിടെ ഒരു ലീവ് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഓഗസ്റ്റ് 25, 22 കഴിഞ്ഞാൽ പിന്നെ 25 മൺഡേ ഹിന്ദിയുടെ എക്സാം ആണ്. അത് രാവിലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് 2 എക്സാംസ് ഉണ്ട്. രാവിലെ ഹിന്ദി ആയിരിക്കും. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് എക്സാം ഓഗസ്റ്റ് 26 നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെയാണ് സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, ടെൻഷൻ ആയിട്ടുണ്ടാവും. കാരണം ഇടയിൽ വലിയ ദിവസങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഓഗസ്റ്റ് 18 മുതൽ 22 വരെ അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. അതിൽ നമ്മുടെ മാത്സിനെയും ബേസിക് സയൻസിനെയും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസോടുകൂടെ കാണണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ചു വെക്കണം. ഇപ്പം തന്നെ പഠിച്ച് മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. എങ്കിൽ കാരണം നിങ്ങൾക്ക് തലേ ദിവസം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൺഡേ കഴിഞ്ഞിട്ട്, അതായത് ഫ്രൈഡേ കഴിഞ്ഞ് നിങ്ങൾക്ക് മൺഡേ എക്സാം വരുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി എക്സാം നിങ്ങൾക്ക് സൺഡേ പഠിക്കാം. അപ്പോൾ സൺഡേ രാവിലെ മുതൽ നിങ്ങൾക്ക് വൈകുന്നേരം വരെ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡേ നമ്മുടെ ബേസിക് സയൻസിൻ്റെ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സോഷ്യൽ സയൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കാം. അതേപോലെ തന്നെ സാറ്റർഡേ ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് സോഷ്യൽ സയൻസിനുള്ള സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. ഉറപ്പായിട്ടും ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം കൃത്യമാണ്, നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ 15 ഡേയ്സ് മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ മിസ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഈ ഒരു ലൈവ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ മാത്സ് ആയിരിക്കും ചാപ്റ്റർ 1 ആണ് ഇന്ന് നിങ്ങൾക്കുള്ളത് കേട്ടോ. അപ്പോൾ ട്യൂസ്ഡേ, അതായത് ഇന്ന് നമ്മുടെ മാത്സിൻ്റെ എന്താണ് ലൈവ് ആയിരിക്കും ഉണ്ടാവും. നമ്മുടെ മെഗാമിസ് ചാപ്റ്റർ 1 എടുക്കും. ആൻഡ് അടുത്ത ദിവസം സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 1, ദെൻ ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 1, ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 2, സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയാണ് നമ്മളുടെ എന്താണ് ഈ ഒരു 1 ഷോട്ട് ലൈവുകൾ പോകുന്നത്. അപ്പോൾ ഈ ലൈവുകൾ നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് അങ്ങനെ പഠിച്ചു പോകും. അതിന് കൂട്ടത്തിൽ തന്നെ നിങ്ങൾ റിവൈസും ക്വസ്റ്റ്യൻസും ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പഠിക്കണം. റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം. നോട്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളുടെ ബാച്ചിൽ ഓഫർ നടക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2499 എന്ന് പറയുന്ന പ്രൈസ് നിങ്ങൾക്ക് 1999 രൂപയ്ക്കാണ് ഇപ്പോൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്, ഓഗസ്റ്റ് 5. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്.
ആൻഡ് അടിപൊളിയായിട്ട് ഈ ഒരു ഓണം എക്സാമിനെ വളരെ സീരിയസ്നെസ്സോടുകൂടി എടുത്ത് പഠിച്ചു തുടങ്ങുക. അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് എക്സാമിൻ്റെ കൂടെ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റെഡി മിസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.